സുചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട്. നമ്മൾ ഇതുവരെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന ഇൻഫിൽട്രേറ്റേഴ്സിനെ ഒരു പരിധി വരെ ഭയപ്പെട്ടിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിപ്പോൾ BSF ആയിരുന്നാലും ശരി തന്നെയാണ്. BSF അവരെ പിടിക്കും, അവരെ പിടിക്കുമ്പോൾ അവർ തിരിച്ചടിക്കുമ്പോൾ BSF തിരിച്ചടിക്കും, എന്നിട്ട് അവരെ പറഞ്ഞു വിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഇൻഫിൽട്രേറ്റേഴ്സിനെ ഈ ബംഗാളിൽ അധികാരം മാറിയതോടുകൂടി അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻഫിൽട്രേറ്റേഴ്സ് അകത്ത് വരുമ്പോൾ ഇൻഫിൽട്രേറ്റേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, നുഴഞ്ഞു കയറ്റക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമുക്ക് ബംഗാളിൽ കാണാൻ സാധിക്കുമായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ത്രിപുരയിലായിരുന്നാലും ആസാമിലായിരുന്നാലും എവിടെയെങ്കിലും ഇൻഫിൽട്രേറ്റേഴ്സിന് എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഗതികേടാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ എവിടെയെങ്കിലും 10 ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഇപ്പോ ബംഗാളിൽ അധികാരം മാറിയ ശേഷം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്തയാണ്, 2 Bangladeshi smugglers അഥവാ infiltrators were killed by BSF firing during an anti-smuggling operation at the Kasba border in Tripura's Sepahijala district. ത്രിപുരയിലെ സെപ്പാഹിജല ഡിസ്ട്രിക്റ്റിൽ അവിടെ കസ്ബ ബോർഡറിൽ 2 ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ് നുഴഞ്ഞു കയറി അകത്തേക്ക് വന്നു. അവർ മോഷണ ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ നമ്മുടെ BSF ഒന്നും ചെയ്തില്ല, വെടിവെച്ച് കൊന്നുകളഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ BSF ലേറ്റർ ഹാൻഡ് ഓവർ ദ ബോഡീസ് ടു ബംഗ്ലാദേശ് BGB ഡ്യൂറിംഗ് എ ഫ്ലാഗ് മീറ്റിംഗ് നിയർ കമലാസാഗർ എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ കമലാസാഗറിനടുത്ത് ഇവരുടെ മൃതദേഹം അവർ അന്തസ്സായിട്ട് BGB ബംഗ്ലാദേശ് ഗാർഡ് ഇവർക്ക് കൈമാറി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പൊ ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കയോസിൽ നിൽക്കുകയാണ്. കാരണം ഈ ബംഗ്ലാദേശിലെ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ രണ്ടാമതും പറഞ്ഞു, ആദ്യം നൂറുൽ ഹുദ എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവ് പറഞ്ഞു, അപ്പൊ രണ്ടാമതും പറയുകയാണ് നമ്മൾ ബംഗാളിലേക്ക് വലിയ രീതിയിൽ ഒഴുകിയെത്തണം എന്ന്, ബംഗാളിനെ സഹായിക്കണം മമതാ ബാനർജി അടക്കമുള്ളവരെ എന്നവർ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ ആൾക്കാരാണ്, അവർ പ്രശ്നത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇസ്കോൺ സന്യാസി, ഇത് വലിയൊരു വിഷയമായിരുന്നു. ബംഗ്ലാദേശിൽ ഭരണം മാറിയപ്പോൾ, യൂസഫിന്റെ ഭരണം വന്നപ്പോൾ ഇസ്കോൺ സന്യാസി അവിടെ തടങ്കലിലാക്കിയ വിഷയം അത് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. പുള്ളിക്ക് ഇപ്പോഴും ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ കേന്ദ്ര BJPയുടെ ഒരു നിർദ്ദേശം ഇപ്പോൾ ബംഗാളിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെയധികം സൂക്ഷിക്കണം, കാരണം പണി പല വഴിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ TMC ലീഡേഴ്സ് അല്ലെങ്കിൽ TMC അണികൾ അവർ ഇപ്പോൾ BJP പ്രവർത്തകരുടെ വേഷം ധരിച്ച് സാഫ്രോൺ ഉടുപ്പൊക്കെ ഇട്ട് വലിയ കുറിയൊക്കെ ഇട്ട് ചന്ദന കുറിയൊക്കെ ഇട്ട് അവർ ആക്രമണം നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബംഗാളിലെ ജനങ്ങൾ ആ ആക്രമണത്തിൽ വീഴരുത് എന്നും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് വിജയുടെ ബംഗാളിലെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം? സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് കയറുകയും ചെയ്തു. അദ്ദേഹം ചെയ്തിട്ട് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ബംഗാളിൽ നിന്ന് വരുന്ന വാർത്ത, അദ്ദേഹത്തിന്റെ PA ആയിരുന്ന ചന്ദ്രദാസ് റാത്തിന്റെ കൊലയാളികളായ 3 പേരെ UP നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാടാ കൊലയാളികളാണ്. അതാണ് ഒരു പ്രധാന വാർത്ത. രണ്ടാമത് ഈ BSFന്റെ വിഷയത്തിലേക്ക് വന്നാല്, ഈ കേന്ദ്ര സർക്കാർ 2019 അധികാരത്തിലെത്തിയ 2ാം മോദി സർക്കാരിന്റെ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. അതായത് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് അതിർത്തി സംസ്ഥാനങ്ങൾ 50 കിലോമീറ്റർ ഉള്ളിൽ വരെ കയറാം, ഈ പ്രതികളെ പിടിക്കാനോ ഇല്ലെങ്കിൽ ഈ കുറ്റവാളികളെ പിടിക്കാനോ തടയാനോ ഒക്കെ കയറാം. ഇത് പഞ്ചാബിൽ വലിയ പ്രതിഷേധമുണ്ടായി, വെസ്റ്റ് ബംഗാളിൽ വലിയ പ്രതിഷേധമുണ്ടായി. പക്ഷെ പഞ്ചാബിലെ പ്രതിഷേധം പിന്നീട് മാറി. കാരണം അത് അവർക്ക് തന്നെ, അവിടുത്തെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങി. കാരണം വലിയ രീതിയിൽ ഡ്രോൺ വഴി മയക്കുമരുന്ന് കടത്തുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമാണ്. ഇപ്പോ പക്ഷെ വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ ആയിരുന്നില്ല. മമത നഖശികാന്തം ഇത് എതിർക്കുകയായിരുന്നു. കാരണം ഈ പുറത്തുനിന്ന് വരുന്നവരും അകത്തുള്ളവരും തമ്മിൽ ലിങ്ക്ഡാണ് ഈ സാധനം. അല്ലാതെ പുറത്തുനിന്ന് ഒരു സുപ്രഭാതത്തിൽ കയറി വരുന്നവരല്ല, ഇത് ലിങ്കാണ്. ഇതിനെ സഹായിക്കാനായിട്ട് ഈ ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എപ്പോഴും സഹായിക്കും. ധനുഷ് പറഞ്ഞത് ശരിയാണ്. അവിടെ നിന്നുള്ളവരെ ഈ കൊല്ലപ്പെടുമ്പോഴോ ആക്രമിക്കപ്പെടുമ്പോഴോ ഒക്കെ അവരിവിടെ വന്നിട്ട് ഈ ജനങ്ങളെ കൊന്ന ചരിത്രമുണ്ട്. പശുക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, മോഷണം നടത്തുന്നുണ്ട്. ഇതിനൊക്കെ സഹായമായിട്ട് ബംഗാൾ പോലീസിൽ ഒരു വലിയ വിഭാഗം ഇവർക്കൊപ്പം നിൽക്കുന്നുണ്ട്, പല വഴിക്ക് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ BSFനടക്കം ഇത് വിവരങ്ങൾ കൈമാറാതിരിക്കുക. ഒപ്പം തന്നെ ഈ ഒരാൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അതിനെ മതപരമായി ചിത്രീകരിച്ചുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ബംഗ്ലാദേശിലല്ല, ബംഗാളിലാണ്. ബംഗാളിൽ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് ബംഗ്ലാദേശ് മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുക. ഇതായിരുന്നു മമത ബംഗ്ലാദേശും തമ്മിലുള്ള, ഈ ജമാഅത്ത് ഇസ്ലാമി മമതയും തമ്മിലുള്ള ലിങ്ക് അതായിരുന്നു. ആ ലിങ്ക് ഇപ്പൊ പൊളിഞ്ഞു വീണിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ത്രിപുരയിലേക്ക് അതിക്രമിച്ച് കടന്ന 3 ബംഗ്ലാദേശ് പൗരന്മാരെ ജനം തന്നെ തല്ലിക്കൊന്നു. ഇപ്പോ ഇന്നത്തെ ഈ വിഷ്വൽ ഞാൻ കണ്ടതാണ് ഈ BSFന്റെ. അത് സ്വാഭാവികമായിട്ട് ഇത് 2 പേര് ഈ നുഴഞ്ഞു കയറുക എന്നുള്ളതല്ല, ഈ കമ്പി വേലി കെട്ടി ഇതിന്റെ മുകളിൽ കൂടെ അവർ വരുന്നു. BSF സ്വാഭാവികമായി ഇതിനും മെഗാഫോണിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് മടങ്ങിപ്പോകണം. അവർ അപ്പുറത്തെ സൈഡിൽ മടങ്ങിപ്പോയിട്ട് ഒരു പറ്റം ആളുകൾ വന്നിട്ട് ഈ BSFനെതിരെ കല്ലെറിയുകയാണ്. എവിടെയാണ്? ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് കല്ലെറിയുകയാണ്. അപ്പോഴും ആത്മസംയമനത്തോടു കൂടി തന്നെ നമ്മുടെ സൈന്യം പറയുന്നു, നിങ്ങൾ മടങ്ങണം, മടങ്ങിപ്പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നു. ഇവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവരെന്തോ ഒരു ചിന്തിപ്പ് പിടിച്ചടക്കുമെന്നുള്ള രീതിയിലാണ്. അപ്പൊ പിന്നെ സ്വാഭാവികം പട്ടാളക്കാരുടെ കയ്യിരിക്കുന്ന തോക്കല്ലേ, അവർ വെറുതെ ഇരിക്കില്ലല്ലോ, ലാത്തിയല്ലല്ലോ അവരുടെ കയ്യിലിരിക്കുന്നത്. സ്വാഭാവികമായി അത് ചെയ്തു. കാരണം അത് ചോദിച്ചു വാങ്ങിയ ഒരു മരണമായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയുള്ളത്. കാരണം അതുപോലത്തെ അഹങ്കാരമാണ് അവർ കാണിച്ചത്.
കാരണം ഈ കമ്പിവരുടെ മുകളിൽ കിടന്നിട്ട് ഇവർ അഭ്യാസം കാണിക്കുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ട് ഇതേപോലെ കല്ലെറിയുന്നു. ഇങ്ങനെയാണ് ആ സംഭവം അവിടെ നടന്നത്. അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം ബംഗ്ലാദേശിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മിണ്ടിയില്ലല്ലോ. മുമ്പെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മുമ്പ് ഇതുകൊണ്ടുള്ള ഈ BSFന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവിടുത്തെ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പൗരന്മാരെ കൊന്നു, ഞങ്ങളുടെ പൗരന്മാർ ചുമ്മാതെ പോയത്, അവരെ വെടിവെച്ചു എന്ന് മറ്റേതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതിനിടയിലാണ് ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു നുഴഞ്ഞുകയറ്റം വരുന്നത് വെച്ചാൽ മോഷ്ടാക്കൾ മാത്രമല്ലേ ഈ വരുന്നത്. ഇതിപ്പോൾ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഈ മമതയ്ക്ക് പിന്തുണക്കാൻ ബംഗ്ലാദേശിൽ പോകണമെന്ന് ഇവന്മാർക്ക് തലയ്ക്ക് ബോധമില്ലല്ലോ. ഈ അതിർത്തിയിൽ ഈ ഇന്ത്യൻ പട്ടാളമാണ് നിൽക്കുന്നതെന്നും വെടിയാണ് അവർ നൽകുന്നതെന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് ആ സംഭവിക്കുന്നത്. ഒന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിന്മയ 2024 ഈ ചിന്മയ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഇസ്കോൺ സ്വാമിയെ അകത്താക്കിയത്. അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റവും ചുമത്തി. ഈ ചിറ്റഗോങ് പ്രദേശവാസിയാണ് അദ്ദേഹം. ചിറ്റഗോങ് കോടതി ആദ്യം ജാമ്യം നിഷേധിച്ചിരുന്നു. ഇന്നലെ ബംഗ്ലാദേശ് ഹൈക്കോടതി വീണ്ടും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു. ഇതിപ്പോ ബംഗാളിലും ചെറിയ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് ഇത്. കാരണം ഈ ഇസ്കോണിന്റെ ആ സ്വാമി പിടിച്ചപ്പോൾ നമുക്കറിയാം, നമ്മൾ നിരന്തരം വാർത്ത ചെയ്തൊരു ചാനൽ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നിരന്തരം ഇസ്കോൺ സ്വാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. ഒപ്പം തന്നെ ലോകമെമ്പാടും വലിയ പ്രതിഷേധവും നടന്നൊരു സംഭവമായിരുന്നു. വീണ്ടും ആ സ്വാമിയെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമി സൂചിപ്പിക്കാനായിട്ട് ബംഗ്ലാദേശ് സർക്കാർ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിടി എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും ഇതിനോട് ചുവട് പിടിച്ച് തന്നെ വെസ്റ്റ് ബംഗാൾ ഒരു അക്രമ സംഭവം അരങ്ങേറുന്നുണ്ട്. അത് BJP-ക്കാരുടെ വേഷം ധരിച്ച് ഈ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ഈ തിലകവും ഒക്കെ അണിഞ്ഞ് കാവി ഷാളുകളും മറ്റും പുതച്ചുകൊണ്ട് തൃണമൂലിന്റെ ഗുണ്ടകൾ അല്ലെ തൃണമൂലിന്റെ താഴെത്തട്ടിലുള്ള അവരുടെ വർക്കേഴ്സ് പലയിടത്തും അക്രമം അഴിച്ചു വിടുന്നുണ്ട്. പള്ളികൾക്ക്, മസ്ജിദുകൾക്ക് നേരെ, അതുപോലെ തന്നെ ചില വീടുകൾക്ക് നേരെയൊക്കെ അക്രമം അഴിച്ചു വിടുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സുവേന്ദു അധികാരി ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ BJP-യുടെ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീടിന്റെ വാതിൽക്കൽ കാവി ധ്വജം ഉയർത്തുക, ഒന്ന്. വീടിനുള്ളിൽ ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ ഭഗവത്ഗീത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യം. കാരണം മറ്റതൊക്കെ ഹറാമാണല്ലോ അവര്. ഇനിയിപ്പോ ആ രീതിയിൽ അവർ ചെയ്യുമോ എന്നറിയില്ല. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പിന്നെ നിങ്ങൾ ഗാനം വെക്കുക. വൈകുന്നേരങ്ങളിൽ ക്ഷേത്രങ്ങളെല്ലാവരും കൂടുക. കാരണം ആ ഒരു പ്രദേശത്തുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ കൂടി കഴിയുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ നാട്ടിൽ എന്ത് നടന്നു എന്നുള്ളത്. സ്വാഭാവികമായി ക്ഷേത്രത്തിൽ എത്തുന്ന കൂട്ടായ്മകളുടെ വരും. ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ പോയിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ തന്നെ BJP-യെ താറടയ്ക്കാൻ മാത്രമല്ല ആ ബംഗാളിലെ ക്രമസമാധാന നില തകരാറിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. അതിനെ നമുക്ക് അങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ. ഏതായാലും സുവേന്ദു അധികാരി ഇന്ന് ഒരു മീറ്റിംഗ് നടന്നിരുന്നു. കുറച്ചു മുമ്പായിരുന്നു. ഇന്നലെ നമ്മൾ ആ വാർത്ത ന്യൂസിന്റെ മലയാളത്തിൽ കൊടുത്തിരുന്നു. ഇന്ന് എല്ലാ ജില്ലാ പോലീസ് മേധാവികളും വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ ദുർഗാ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്, ദുർഗാ സ്ക്വാഡ്. അത് കൂടാതെ തന്നെ ആന്റി ടെററിസ്റ്റ് വിങ് വളരെ ശക്തമാക്കിയിരിക്കുന്നു. പോലീസ് ഓഫീസർമാർ, അതായത് മമതയുടെ കാലത്ത് അവിടെ അഴിഞ്ഞാടിയിരുന്ന പോലീസ് ഓഫീസർമാരെ IAS IPS ഉദ്യോഗസ്ഥന്മാരടക്കം എല്ലാവരും തൂത്തുവാരിയെടുത്ത് ആ ഉന്നതമായ പോസ്റ്റിൽ നിന്നൊക്കെ എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം അതെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായി തന്നെ ഉദ്യോഗതലത്തിൽ ഒരു അഴിച്ചുപണി എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. കാരണം സുവേന്ദു അധികാരി അധികാരമേറ്റപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് സുരക്ഷയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ബംഗാളിനെ സംബന്ധിച്ച് ഇപ്പോൾ വികസനമല്ല കൊണ്ടുവരേണ്ട കാര്യം. അവിടെ ആദ്യം ഉണ്ട് UP-യിലെ പോലെ തന്നെ ബീഹാറിലെ പോലെ തന്നെ ആദ്യം ബംഗാളിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആഭ്യന്തര സുരക്ഷ തന്നെയാണ്. കാരണം ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് വെടിപ്പാക്കി എടുക്കുക എന്നുള്ളതാണ്. ആ വെടിപ്പാക്കി എടുക്കുമ്പോൾ ഇത്തവണ സുവേന്ദു അധികാരിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചുറ്റോട് ചുറ്റു കിടക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്ന BJP-യാണ്. ഒപ്പം തന്നെ ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലെ യോഗി ആദിത്യനാഥിനെ പോലുള്ള വമ്പന്മാരും സഹായത്തിനായിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഗുണമുണ്ട്. പിന്നെ അമിത്ഷാ, സൈന്യം, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ 2 മാസത്തിനുള്ളിൽ, അതാണ് ഈ 60 ദിവസം കണക്ക് കൊടുത്തിരിക്കുന്ന കണക്ക്. അമിത്ഷാ പറഞ്ഞത് 60 ദിവസം കൂടെ അവരുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ 60 ദിവസത്തിനുള്ളിൽ ഇത് വെടിപ്പാക്കുക എന്നുള്ളതാണ്. ഇന്നലൊക്കെ തന്നെ ഒരുപാട് റെയ്ഡുകളും മറ്റുമൊക്കെ അവിടെ നടക്കുകയുണ്ടായി. വലിയ രീതിയിൽ തന്നെ കള്ളപ്പണവും പണവും മറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടെത്തുന്ന ഒരു രീതി, ആയുധങ്ങളും ഒക്കെ കണ്ടെത്തുന്ന ഒരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇനിയിപ്പോൾ ഉള്ളൊരു 60 ദിവസം എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ, പക്ഷേ അതിനിടയിലും വികസനത്തിന്റെ ഒരു വാർത്ത വരുന്നുണ്ട്. ഗൂഗിൾ വലിയ രീതിയിൽ ബംഗാളിൽ, വെസ്റ്റ് ബംഗാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ സന്തോഷകരമായ വാർത്ത. അവർ അധികാരത്തിലായിട്ട് 24 മണിക്കൂർ തികയുന്നില്ല. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പൊ ആയി കാണുമായിരിക്കും 24 മണിക്കൂർ. അപ്പം ആ ഒരു സമയത്ത് തന്നെ ഗൂഗിൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു. മമതാ ബാനർജി 15 കൊല്ലം ഭരിച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കാത്ത ഒരു സംസ്ഥാനമാണത്. അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് ക്രമസമാധാന നില അവിടെ ക്ലിയർ ആക്കിയേ പറ്റൂ. കാരണം ഇതിനൊക്കെ ഡെവലപ്മെന്റ്സ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആയി മുൻപോട്ട് പോവുകയേ പറ്റൂ. അതിനിടയിലാണ് ബംഗ്ലാദേശ് വീണ്ടും ചില ചൊറിച്ചിലുകളുമായി രംഗത്തെത്തുന്നു. അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഇങ്ങനെ പരസ്യമായ ആഹ്വാനം നൽകുന്നു. ഇവിടെയും ആഹ്വാനം നൽകി. കേരളത്തിൽ ആഹ്വാനം നൽകിയത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ തെരുവിലിറങ്ങുന്നതാണ്.
അവിടെ മമതയെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ നിങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ്. അപ്പൊ രണ്ടിടത്തും ഒരേപോലെ തന്നെയാണ്, വേഷത്തിലും ഭാഷയിലും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ അങ്ങനെ ഒരെണ്ണം വരുന്നു, ഇസ്കോന്റെ സ്വാമി അകത്താകുന്നു. ഒപ്പം തന്നെ BJP ഒരു കർശനമായ നിർദ്ദേശം, കാരണം ഈ പലപ്പോഴും ഇപ്പൊ റീൽസ് ഒരുപാട് വീഡിയോകൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. BJPക്കാർ പള്ളി തകർക്കുന്നു, BJPക്കാർ നിസ്കരിച്ചിരുന്നവരുടെ പെടലിക്കടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. ഇതെല്ലാം ഇതേപോലെ തൃണമൂലിന്റെ ആളുകൾ ഇതേപോലെ വേഷം മാറി നിന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നേരത്തെ തന്നെ സുവേന്ദു അധികാരി പറഞ്ഞിരുന്നതാണ്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഏതായാലും അതിനകത്തൊരു കർശനമായ ഒരു നിലപാടിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു 60 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. കാരണം ഒരുമാതിരിപ്പെട്ട ഗുണ്ടകളൊക്കെ ഇതര സംസ്ഥാനങ്ങളിലുള്ള അവരുടെ ബന്ധുവീടുകളിലേക്ക് പോയി, കുറെ പേരൊക്കെ ബംഗ്ലാദേശിലേക്ക് പോയി. പക്ഷെ അവശേഷിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സുകാരാണ് ഈ പണി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ബോധമില്ല എന്താണെന്നോ അവർ ഏറ്റുമുട്ടുന്ന ശക്തി ഏതാണെന്നോ അവർക്ക് യാതൊരു പിടിയുമില്ല. അവിടെയാണ് ഇതിന്റെ മുൻപോട്ടുള്ള പോക്ക് നമ്മൾ കാണേണ്ടത്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു ഇത്രയും ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ സുവേന്ദു അധികാരി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്ന് അദ്ദേഹത്തിന്റെ PA വധിച്ച 3 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ഒന്ന് പോലീസിന്റെയും IPS ഉദ്യോഗസ്ഥന്മാരെ കംപ്ലീറ്റ് അഴിച്ചുകൊണ്ടത് ദൂരെ കളഞ്ഞുകൊണ്ട് പുതിയൊരു നീക്കം. അതുപോലെ ദുർഗാ സ്കോഡ് കൊണ്ടുവന്നത്, ഗൂഗിളിന്റെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബംഗാളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ചുരുങ്ങിയ സമയം കൊണ്ട് കഴിച്ചത്. ഇത്ര മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ കഴിഞ്ഞത്. അതുപോലെ തന്നെ ക്രമസമാധാന നിലയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുൻപോട്ട് പോകുന്ന ഒരു നിലപാടിലേക്കും കൂടെ അദ്ദേഹം എത്തുകയാണ്. ഏതായാലും ബംഗാൾ എന്ന് പറഞ്ഞാൽ വാർത്തകൾ ഇവിടെ തീരുകയല്ല, വാർത്തകൾ പുതിയതായി തുടങ്ങുകയാണ്. കാരണം ബംഗാളിനെ സംബന്ധിച്ച് അവരുടെ സ്വാതന്ത്ര്യം, അവിടുത്തെ ജനങ്ങൾ തന്നെ അതിനെ സ്വാതന്ത്ര്യ ദിനമെന്നാണ് വിശേഷിപ്പിച്ചത്. ആ ദിവസത്തെ ഞങ്ങൾ പുതിയൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ബംഗാളിനെ കുറിച്ചുള്ള വാർത്തകൾ ഇനിയും ഒരുപാട് വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല വാർത്തകളും നമുക്ക് ഇനി കേൾക്കാൻ കഴിയും. കാരണം ഇതുവരെ മൂടിവെച്ച കാര്യം നമുക്കറിയാം. CPM അവിടെ നിന്ന് അധികാരത്തിൽ പോയതിനു ശേഷമാണ് CPM കൊന്ന് ഒഴിച്ചുകൂടി 30 ലക്ഷം പേരെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇങ്ങനെ ഓരോന്നിനി നമ്മൾ കേൾക്കാനുള്ളതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എത്രത്തോളം ഇവിടുത്തെ ഭീകര സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് നമുക്കപ്പോൾ മനസ്സിലാവും.